എന്തിനും നീ പാടിയില്ല നീ കുരുത്ത് കണ്ണിരാഴി കുളിച്ചു തുന്നു മണ്ണ കൊതിച്ചു മണ്ണിനെ ചതച്ച് പിന്നെ ആരോ കളിച്ച് നീതി പണ്ടേ മറിച്ച് അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പൊ ഭയങ്കര ആ പാട്ട് പാടാൻ നിൽക്കുമ്പോ ഒരു പാവം കുട്ടിയാണ്. പിന്നെ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ വീണത്. പാടുമ്പോഴൊക്കെ ഉള്ള ഒരു നടത്തം പെർഫോമർ. ചേച്ചിയാണ് നമുക്ക് കോണ്ടാക്ട് എടുത്തത്. ഞാൻ ചോദിച്ചു അമ്മയായിരുന്നു പോലെ അടിപൊളിയാവട്ടെ. സ്കൂളിലപ്പോ ഹീറോ ആണല്ലേ. പുതിയ പാട്ട് ഉണ്ടാക്കുവോ? ആണോ? അതാണ് അടുത്ത പ്ലാൻ അല്ലേ? എഴുതി തുടങ്ങി. അടിപൊളി. ട്യൂണൊക്കെ ഇട്ടാണോ പാടുന്നത് അതോ വരികൾ എഴുതിയിട്ടാണോ ട്യൂൺ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? എഴുതിയിട്ടാണ്. ഓക്കെ. എന്നിട്ട് ട്യൂൺ ഉണ്ടാക്കും. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അയ്യോ, 5 വയസ്സ് തൊട്ട് വേടന്റെ പാട്ടൊക്കെ കേട്ട് ഇൻസ്പയർഡ് ആയി. പിന്നെ അത് അങ്ങ് ഫോളോ ചെയ്ത് ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തു. ആ ടൈമില് മാനവീയത്ത് പാടുമായിരുന്നു നമ്മള്. ഇവനെ കൊണ്ടുപോയി അവിടെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുക്കാനും അതിനൊക്കെ പോകുമായിരുന്നു. പുള്ളി ആർട്ടിസ്റ്റാണ്. അച്ഛനാണോ അമ്മയാണോ ഏറ്റവും നല്ലപോലെ പാടുന്നത്? പാടാറുണ്ടോ ഒരു പാട്ട്? പാടില്ല. ചതിച്ചു പാടില്ല എന്നാണോ പറയുന്നത്? മൂളിപ്പാട്ടെങ്കിലും പാടാറില്ലേ ചിലപ്പോഴൊക്കെ? അതേത് ആരാ മൂളിപ്പാട്ടെങ്കിലും കൊള്ളാം. അമ്മയാന്ന് തോന്നുന്നു എനിക്ക് അല്ലെ? അമ്മ അവിടെ നിന്ന് കാണിക്കും, ദൈവമേ ഇവനൊന്നും പറയല്ലേ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണോ? ഞാൻ ഒന്നും പറയില്ല, എന്തൊക്കെയോ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പഠിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്കണം അല്ലേ? അത് അടിച്ചു പൊളിക്കാന്നാണോ നിങ്ങളുടെയൊക്കെ വേർഡ്? ജെൻസി പ്രായമാകണ്ടേ? എന്താ പറയാ അതിന്? പൊളിക്കാനാണോ? പൊളി വൈബാണോ? പൊളി വൈബ് എന്ന് പറയണം അല്ലേ? ഓക്കെ. ഈ പാട്ട് എങ്ങനെയുണ്ട്? മറ്റേ ഏത് മൂഡ് കേട്ടോ? അല്ല, അത് നോർമൽ അടിച്ചുപൊളി പാട്ട്. ഇത് റാപ്പ്. അതൊന്നും നമ്മള് കേട്ടിട്ട് പോലും ഇല്ല അല്ലേ? അപ്പം എന്തായാലും ഗംഭീരാക്കും. ഓക്കെ. ശുഭ